എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. ഇന്ന് നമ്മളിവിടെ സ്റ്റിച്ചിങ്ങിന്റെ വേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് കട്ട് പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത്. അതിൽ ചെറുതും വലുതുമായിട്ടുള്ള തുണികളുണ്ട്. ഇത് വെച്ചിട്ട് നല്ലൊരു ഐഡിയ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഇനി നമ്മളിവിടെ സെയിം കളറായിട്ടുള്ള 2 പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ വീതിയായിട്ടുള്ള ഭാഗത്തേക്കായിട്ട് നമ്മളിതാ റൗണ്ട് ഷേപ്പിലുള്ള ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. പ്ലേറ്റിന്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് തുണിയിലൊന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തുണി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള 2 പീസ് തുണികളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള തുണികൾ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാ തുണികളും തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ 2 പീസ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഇതിൽ നിന്ന് 2 പീസ് തുണികൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. സെയിം കളറ് നല്ല വശം ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് അരികിലൂടെ ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ എല്ലാ പീസ് തുണികളും ആ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തേന്ന് ഒരു പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ റൗണ്ടിലൊന്ന് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക, സ്റ്റിച്ചിങ്ങിൻ്റെ മേലെ തട്ടാതെ. ഇനി നമുക്ക് ഈ തുണി ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഇതിൻ്റെ ഒരു പീസിൻ്റെ മേലെ സെൻറ്ററിലായിട്ട് ചെറിയൊരു കട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തൂടെ ഇതിന്റെ ഉള്ളിലെ ആ ഒരു നല്ല വശം നമുക്ക് പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ റൗണ്ട് ഭാഗമൊക്കെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതാ ഈ ഒരു രീതിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസുകളെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കുറച്ച് കട്ടിയായിട്ടുള്ള ടൈപ്പ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് പഴയ ബ്ലാങ്കറ്റിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തതാണ്. ഇതിൻ്റെ അളവ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മളിതാ non-woven ഫാബ്രിക് ആണ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന് പകരം പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ 4 അരിക് ഭാഗത്തൂടി സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നു ഓരോ പീസ് തുണി എടുത്തിട്ട് ഒരു അരിക് ഭാഗത്തു നിന്നായിട്ട് നമ്മളിതാ ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. ഗ്യാപ്പില്ലാണ്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഒരു ലൈനിൽ 4 പീസ് വെച്ചിട്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം ഒരു പീസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിലേക്ക് നിൽക്കുന്നതിൻ്റെ അരിക് ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്തൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പീസിൻ്റെ അരിക് ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് അടുത്തൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ചെറുതായിട്ട് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പീസിൻ്റെ അരിക് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒരു ലൈനിൽ 4 പീസ് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ 4 പീസ് വെച്ചിട്ട് ഒരു ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് അടുത്ത ലെയർ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ അടുത്തൊരു പീസ് തുണി എടുത്തിട്ട് സെൻറ്ററിൽ നിന്നായിട്ട് ഈ ഒരു രീതിക്ക് വെച്ചിട്ട് അരികിലൂടെ ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി നമ്മൾ ഗ്യാപ്പില്ലാണ്ട് അടുത്തൊരു പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അരിക് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇതേ രീതിക്ക് നമ്മൾ ഇത് ഫുള്ളായിട്ട് തന്നെ ഓരോരോ ലെയറുകളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് 7 ലെയറുകളാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ 4 അരിക് ഭാഗത്തൂടി കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഒരു തുണികൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമ്മളിതാ നീളത്തിലുള്ള 4 സ്ട്രിപ്പുകളാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്കിതിൻ്റെ 4 അരിക് ഭാഗത്തൂടിയും ബോർഡർ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. നമ്മളിതാ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് സ്ട്രിപ്പ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ അരികിലൂടെ ആയിട്ട് ഈ ഒരു രീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം.
അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഫ്രണ്ടിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ ഒരു സ്ട്രിപ്പ് ഇതുപോലെ ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക. വീണ്ടും ഒന്ന് കൂടെ മടക്കിയിട്ട് അരികിലൂടെ ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ ആ ഒരു ഭാഗം ബോർഡർ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേ രീതിക്ക് തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിലും നമ്മൾ ബോർഡർ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡോർമാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡോർമാറ്റായിട്ട് അല്ലെങ്കിൽ ടേബിൾ മാറ്റായിട്ട് കുറച്ചുകൂടെ വലുതായിട്ട് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാർപ്പറ്റായിട്ട് ആ ഒരു രീതിക്കൊക്കെ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം.